ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോയി, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ മഹാപുരോഹിതനായ യോശുവയും ദൂതനും സാത്താനും നിൽക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മഹാപുരോഹിതനോട് ദൈവത്തിന്റെ അരുളപ്പാടുകൾ കർത്താവ് കൈമാറുന്നതായിട്ടും അവിടെ സാത്താൻ വന്ന് നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് ആ ഭാഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന് വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു, യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അവൻ തന്റെ മുൻപിൽ നിൽക്കുന്നവരോട്, മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കി കളവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നതിനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് അരുളി ചെയ്തു. പ്രൈസ് ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മുഷിഞ്ഞ വസ്ത്രം അകൃത്യത്തെ കാണിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച്, മഹാപുരോഹിതനാണ്, പക്ഷെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവിടെ നിൽക്കുന്നവരോട് പറയാൻ, ഇവങ്കിൽ നിന്ന് മുഷിഞ്ഞ വസ്ത്രം മാറ്റിയിട്ട് ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. പ്രൈസ് ലോർഡ്. ഉത്സവ വസ്ത്രം. പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു ഉപമയിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു നഷ്ടപ്പെട്ടു പോയ മകൻ പിതാവിന്റെ സകല സമ്പാദ്യത്തെയും അവൻ നശിപ്പിച്ചു കളഞ്ഞൊരു മകന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മേത്തരമായ അങ്കി തനിക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അകൃത്യത്തെ കർത്താവ് മാറ്റി, ആ മുഷിഞ്ഞ വസ്ത്രത്തെ കർത്താവ് എടുത്തു മാറ്റി, ആമേൻ, ഒരു ഉത്സവ വസ്ത്രം ധരിപ്പിപ്പാൻ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രത്തെ കർത്താവ് മാറ്റിയിട്ട്, ആമേൻ, ഹല്ലേലൂയ, തന്നോടുള്ള ദൈവിക അരുളപ്പാടുകളെ കൈമാറുകയാണ്. അപ്പോൾ പ്രധാനമായിട്ട് സംഭവിക്കുന്ന ആദ്യത്തെ വിഷയം, ആമേൻ, നമ്മുടെ ജീവിതത്തിലുള്ള അകൃത്യത്തെ കർത്താവ് മോചിക്കും. ഏതൊരു വിശ്വാസിയുടെ, ഏതൊരു ദൈവ പൈതലിന്റെയും ജീവിതത്തിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് അകൃത്യത്തിൽ നിന്ന് ഒരു മോചനം. അകൃത്യത്തിൽ നിന്ന് കർത്താവ് വീണ്ടെടുത്ത് രക്ഷയുടെ അനുഭവം നൽകിയിട്ടാണ് ദൈവിക ആലോചനകൾ കൈമാറുന്നത്. അടുത്തത്, അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വെച്ചു. അവനെ വസ്ത്രം ധരിപ്പിച്ചു. യഹോവയുടെ ദൂതനോ അടുക്കി നിൽക്കുമായിരുന്നു. യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചു എന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തു: നീ എന്റെ വഴികളിൽ നടക്കുകയും എന്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എന്റെ ആലയത്തെ പരിപാലിക്കുകയും എന്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. കർത്താവ് ചില ആലോചനകൾ യോശുവയ്ക്ക് നൽകിയാണ്. നീ ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ, നീ എന്റെ വഴികളിൽ നടക്കുകയാണെങ്കിൽ, ആമേൻ, സ്തോത്രം, ചിലതൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരും, നീ എന്റെ ആലയത്തെ പരിപാലിക്കും എന്നൊക്കെ പറയുകയാണ്. മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുൻപിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവിൻ. അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എന്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ഞാൻ യോശുവയുടെ മുൻപിൽ വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, ഒരേ കല്ലിന്മേൽ 7 കണ്ണുമുണ്ട്. ഞാൻ അതിന്റെ കൊത്തുപണി കൊത്തും. ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിന്റെ അകൃത്യം പോകും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ നിങ്ങൾ ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനെ മുന്തിരിവള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിന്റെ കീഴിലേക്കും ക്ഷണിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. പ്രധാനമായിട്ട് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്, ദൈവം ജനത്തിന്റെ അകൃത്യത്തെ പോക്കുവാൻ ആഗ്രഹിക്കുക, ദൈവം ജനത്തിന്റെ അകൃത്യത്തെ മാറ്റിക്കളയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഒരുപക്ഷെ നമുക്കൊരു തോന്നൽ കാണും, ഞാൻ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു പോയി, എന്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ ആത്മാവ് വശത്തിൽ നിന്ന് കൈമാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവിക സന്ദേശം, നമ്മുടെ അകൃത്യത്തെ കർത്താവ് മാറ്റും. ഹല്ലേലൂയ. മുഷിഞ്ഞ വസ്ത്രത്തെ മാറ്റി ഉത്സവ വസ്ത്രം കർത്താവ് ധരിപ്പിക്കും. സങ്കീർത്തനത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: അവൻ രട്ടഴിച്ച്, ഹല്ലേലൂയ, അവൻ, സ്തോത്രം, നമ്മുടെ ജീവിതത്തിലെ വിലാപത്തെ മാറ്റി അതിനെ നൃത്തമാക്കി തീർക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ആനന്ദ വസ്ത്രം നമ്മെ ധരിപ്പിക്കുന്ന ദൈവമാണ്. ആ കർത്താവിന്റെ കാര്യങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.